AKG സെന്ററിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ മാസം 29-ാം തീയതിയാണ്. എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത? അതായത് അന്നാണ് 10-ാം ഉദയം. ഹൈന്ദവാചാര പ്രകാരം ശുഭകാര്യങ്ങൾക്ക് 10-ാം ഉദയത്തെക്കാൾ നല്ലൊരു ദിവസം വേറൊന്നില്ല. കേരളത്തിൽ ഏറ്റവും അധികം വീട് പാലുകാച്ചലുകൾ നടക്കുന്നതും ഈ ദിവസം തന്നെയാണ്. കാവ്യനിറത്തിൽ പെയിന്റ് ചെയ്ത കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് 10-ാം ഉദയം തിരഞ്ഞെടുത്തതോടെ CPIM മാലയിട്ട് കെട്ടുകെട്ടി ശബരിമല ദർശനം നടത്തുമെന്ന കാര്യവും ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. അത്രമേൽ വിശ്വാസമാണ് സഖാക്കൾക്ക് ഇപ്പോൾ ഹിന്ദു മതത്തിൽ ഉണ്ടായിരിക്കുന്നത്. AKG സെന്റർ ഏപ്രിൽ 23-ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. പാളയത്ത് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്ന AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് സമീപം ഡോക്ടർ NS വാര്യർ റോഡിലാണ് 9 നിലകളും 2 സെല്ലാർ പാർക്കിംഗുമുള്ള പുതിയ മന്ദിരം. സംസ്ഥാന കമ്മിറ്റി ഓഫീസ്, യോഗം ചേരാനും വാർത്താ സമ്മേളനത്തിനുമുള്ള പ്രത്യേകം ഹാളുകൾ, സെക്രട്ടേറിയറ്റ് യോഗം ചേരാനുള്ള മുറി, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും PB അംഗങ്ങൾക്കുമുള്ള ഓഫീസ് സൗകര്യങ്ങൾ, അത്യാവശ്യത്തിന് താമസ സൗകര്യം എന്നിവയാണ് മന്ദിരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശ്വാസികൾക്കൊപ്പമാണ്. മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും തഞ്ചാവൂരിലെത്തിയതും ഇതിന്റെ ഭാഗമായി തന്നെ നോക്കിക്കാണണം. വിശ്വാസ സംബന്ധമായ വിഷയങ്ങളിൽ പരാമർശങ്ങൾ ജാഗ്രതയോടെ വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് സ്പീക്കർ ഷംസീറിനോടാണ്. LDF പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് മിത്ത് വിവാദം പരാമർശിക്കാതെ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. ധാരാളം വിശ്വാസികൾ LDFനൊപ്പമുണ്ട്. പരാമർശങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുമെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു. മിത്ത് വിവാദത്തിൽ അതുവരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യ പ്രതികരണം നടത്തിയിരുന്നില്ല. ഷംസീറിന്റെ ഗണപതി വിവാദത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരോക്ഷ പ്രതികരണം. സഖാവ് നരബലി നടത്തിയിട്ടും അന്ധവിശ്വാസ നിരോധന നിയമം നടപ്പിലാക്കേണ്ടതില്ലെന്ന തീരുമാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറച്ചു നിന്നതും ഏതാനും വർഷം മുമ്പാണ്. വിദേശ സന്ദർശനത്തിനുള്ള മുഖ്യമന്ത്രിയുമായി സർക്കാർ ഉന്നതർ ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എങ്കിലും ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കുകയാണ് എങ്കിൽ തങ്ങളുടെ പ്രവർത്തകർ BJP കോട്ടയിലേക്ക് ചേക്കേറുമെന്ന് പിണറായി വിജയൻ പറയുകയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ നിരോധന നിയമം വേണ്ട എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ആഗ്രഹം. CPM-ലെ പ്രമുഖ നേതാക്കളും പ്രവർത്തകരും മന്ത്രിമാരും ഈശ്വര വിശ്വാസികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഇതിനെല്ലാം തന്നെ പാർട്ടി തടസ്സം നിൽക്കേണ്ടതില്ല എന്നും പാർട്ടി ഔദ്യോഗിക തലത്തിൽ തീരുമാനമെടുത്തിരുന്നു. AKG സെന്ററിൽ ദോഷങ്ങൾ തീരാൻ വേണ്ടി ഇനി ഗണപതി ഹോമവും ഭഗവതി സേവയും വരെ നടത്താൻ പോലും CPM സഖാക്കൾ ഒരുക്കമാണ്. മുഖ്യമന്ത്രിയുടെ ഭാര്യയും മക്കളും വിശ്വാസികളാണ് എന്നും പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പേരിൽ വരെ അദ്ദേഹത്തിന്റെ ചില അഭ്യുദയകാംക്ഷികൾ പ്രമുഖ ക്ഷേത്രങ്ങളിൽ പൂജകൾ കഴിക്കാറുണ്ട് എന്നാണ് ചില CPM നേതാക്കൾ പറയുന്നത്. 10-ാം ഉദയത്തിൽ ഉദ്ഘാടനം ചെയ്യുന്ന AKG സെന്ററിൽ ഇനി ഗണപതി ഹോമവും ഭഗവതി സേവയും നടക്കുന്നുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. എന്തായാലും സഖാക്കൾക്ക് ഇപ്പോൾ വിശ്വാസം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് ഹിന്ദു ആചാരങ്ങളെ തള്ളിപ്പറഞ്ഞിരുന്ന സഖാക്കൾ തന്നെ ഹൈന്ദവാചാര പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. നല്ലൊരു മാറ്റം തന്നെ ആവട്ടെ ഇതും.